നമസ്കാരം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും തുടരുകയാണ് എങ്കിലും വലിയ കാലതാമസമില്ലാതെ തന്നെ അതിന് വിരാമമാകും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം ഹമാസിന് ഇസ്രായേലിനെ പിടിച്ചിരിക്കാൻ കഴിയുകയില്ല എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ അവർ പൂർണ്ണമായും ഗാസയുടെ നിയന്ത്രണം കൈവിടും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പിന്നീട് ഗാസയുടെ ഭരണത്തിനായി ഒരു ഇടക്കാല അതോറിറ്റി രൂപീകരിക്കാനാണ് നിർദ്ദേശങ്ങളുള്ളത്. ഇത്തരത്തിൽ രൂപീകരിക്കുന്ന ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകാൻ താൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ടോണി ബ്ലെയറിൻ്റെ തന്നെ നേതൃത്വത്തിൽ ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് സംബന്ധിച്ച ഗവേഷണ പഠനങ്ങൾ അവിടെ നടത്തിയത്. അവരുടെ പഠനം അനുസരിച്ചാണെങ്കിൽ ഗാസയിൽ താമസിക്കുന്ന 25% വരുന്ന ജനങ്ങൾ ഭരണം തൽക്കാലത്തേക്ക് ഏതെങ്കിലും വിദേശ ഏജൻസികളെ ഏൽപ്പിക്കണം എന്നാണ് നിർദ്ദേശിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 3% പേർ മാത്രമാണ് ഫലസ്തീൻ അതോറിറ്റിക്ക് അധികാരം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടത്. ടോണി ബ്ലെയർ പറയുന്നത് താൽക്കാലികമായി അവിടുത്തെ ഭരണകർത്താവാകാൻ താൻ തയ്യാറാണ് എന്നാണ്. ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് നേരത്തെ ഇത് സംബന്ധിച്ച വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശം. അപ്പോൾ ഈ സമിതിയുടെ നേതൃസ്ഥാനത്ത് താൻ വരാം, തനിക്കതിന് ബുദ്ധിമുട്ടില്ല എന്നാണ് ടോണി ബ്ലെയർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ വർഷങ്ങളോളം ഈ സമിതി ഗാസയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചതിന് ശേഷം, അതായത് ഐക്യരാഷ്ട്രസഭയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഈ സമിതി പ്രവർത്തിക്കുക. അങ്ങനെ ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഈ ഗാസയുടെ ഭരണം ഫലസ്തീൻ അതോറിറ്റിയെ ഏൽപ്പിക്കാം എന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. ഇക്കാര്യത്തിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഇപ്പോൾ ടോണി ബ്ലെയർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അവിടെ ഒരു ഇടക്കാല സർക്കാർ നിലവിൽ വരികയാണെങ്കിൽ ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി എന്ന അവിടുത്തെ ആ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്നത് ടോണി ബ്ലെയർ ആയിരിക്കും എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രധാന ഉപദേഷ്ടാക്കളൊക്കെ തന്നെ, അതായത് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവർ ട്രംപിനോട് ഈ ഒരു നിർദ്ദേശം അന്ന് മുന്നോട്ട് വെച്ചിരുന്നു. ട്രംപിന് ഈ നിർദ്ദേശത്തോട് പൂർണ്ണമായി യോജിപ്പാണ് എന്നാണ് പറയപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം അറബ് രാജ്യങ്ങൾ, തുർക്കി, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലൊക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഇത്തരത്തിലുള്ള ഒരു ഗാസ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി രൂപീകരിക്കുമ്പോൾ ഹമാസിൻ്റെ കാര്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. ഹമാസ് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് സൈനികേതരമായ നിരവധി കാര്യങ്ങൾ ആ സർക്കാരിലുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ തങ്ങളെ ഏൽപ്പിക്കണം, അതായത് തങ്ങൾക്ക് പ്രാതിനിധ്യം അവിടെ വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ ഒരു കാരണവശാലും ഈ കാര്യം അംഗീകരിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. ഹമാസിനെ ഈ അതോറിറ്റിയുടെ 7 ഇലത്ത് പോലും അടുപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കർശന നിലപാട് തന്നെയാണ് നേരത്തെ മുതൽ ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത്. കാരണം അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം നൽകി കഴിഞ്ഞാൽ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കുമെന്ന് വ്യക്തമാണ്. ടോണി ബ്ലെയർ മുമ്പ് 2015 വരെ UN, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, റഷ്യ എന്നുൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് ക്വാർട്ടറിൻ്റെ പ്രത്യേക ദൂതനായി സേവനമനുഷ്ഠിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു യോഗ്യത. കൂടാതെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുമായിരുന്നു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരവധി കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയും അവിടെ ഫലപ്രദമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്തിട്ടുള്ളൊരു നേതാവ് തന്നെയാണ് ടോണി ബ്ലെയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാസയുടെ ഭരണം ഹമാസിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ അത് ഫലസ്തീൻ അതോറിറ്റിയേക്കാളും നല്ലത് ടോണി ബ്ലെയറിനെയൊക്കെ പോലെയുള്ള മികച്ച പശ്ചാത്തലമുള്ള നല്ല ഭരണ പാഠവുമുള്ള ഒരാൾ തന്നെ അതിൻ്റെ ചുമതല ഏൽക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഇസ്രായേൽ പോലും ഇക്കാര്യത്തിന് എതിർക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ടോണി ബ്ലെയറിനെ പോലെയുള്ള ഒരു കരുത്തനായ ഒരാൾ ഈ സമിതിയുടെ തലപ്പത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ പിന്നെ ഹമാസിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ഫലസ്തീൻ ഇൻ്റർനാഷണൽ ട്രാൻസിഷണൽ അതോറിറ്റി രൂപീകരിക്കുമ്പോൾ സൈന്യവും ഒക്കെ തന്നെ അതിൻ്റെ കീഴിലായിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഹമാസ് സൈനികരെയൊക്കെ തന്നെ അടക്കി നിർത്താനും അവരെ ഒന്നുമില്ലാതാക്കാനും ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ ഒരു ഭരണകൂടത്തിന് കഴിയും. പാശ്ചാത്യ രാജ്യങ്ങൾ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തിയാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ് പൊതുവെ അവിടുത്തെ ജനങ്ങൾ പോലും ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടന നടത്തുന്ന ക്രൂരകൃത്യങ്ങൾക്കും വൃത്തികേടുകൾക്കും എല്ലാം തന്നെ ആത്യന്തികമായി ഇരകളാകുന്നത് തങ്ങളാണ് എന്ന് തന്നെയാണ് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിദേശ ഭരണകൂടത്തിന് കീഴിൽ ശക്തരായ ഭരണാധികാരികൾ വന്നാൽ ഈ ഹമാസിൻ്റെ ശക്തി പൂർണ്ണമായും ഇല്ലാതാക്കാൻ അത് സഹായിക്കുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ടോണി ബ്ലെയർ ഇക്കാര്യത്തിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയെന്ന് പറയപ്പെടുന്നത്. എന്നാൽ ടോണി ബ്ലെയർ ആകട്ടെ ഇക്കാര്യത്തിൽ ഇനിയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസുമായി പാശ്ചാത്യ മാധ്യമങ്ങൾ പലരും ബന്ധപ്പെട്ടപ്പോൾ പോലും ഇതിന് കൃത്യമായ മറുപടി അവർ നൽകിയിട്ടില്ല. ടോണി ബ്ലെയർ സമ്മതിച്ചു എന്നുള്ളത് പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനോടൊപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയാണ്. എങ്കിൽ പോലും ടോണി ബ്ലെയർ ഇക്കാര്യത്തിൽ ഇനി ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇത് കാര്യമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ടോണി ബ്ലെയർ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.